നോർമൽ കണ്ടീഷനിൽ നോർമൽ ഫിൽറ്ററിങ് നടക്കുന്ന സമയത്ത് A1 വാൽവ് ഓപ്പൺ ആയിരിക്കുള്ളൂ, A2 വാൽവ് ഓപ്പൺ ആയിരിക്കുള്ളൂ. A2 വാൽവ് ഇപ്പോൾ ക്ലോസ് ആണ്, നമ്മൾ അകത്തേക്ക് വെള്ളം വിടാനിട്ടാണ് കേട്ടോ. അപ്പോൾ ബാക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് A2 ക്ലോസ് ചെയ്യണം, A1 ക്ലോസ് ചെയ്യണം. ഓക്കെ. അതിനുശേഷം ഈ രണ്ട് വെസലാണ്, രണ്ട് വെസലിൻ്റെയും വാൽവാണ് B1 രണ്ട് B1 ഓപ്പൺ ചെയ്യുക. ബാക്ക് വാഷിങ്ങിൻ്റെ വാൽവ് B2 എന്നുള്ള വാൽവാണ്, B2 ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ വെസലിലുള്ള അഴുക്കുകൾ നമുക്ക് പുറത്തേക്ക് പോകും. വെസലിലുള്ള അഴുക്ക് ഇപ്പോൾ നമ്മൾ തുടങ്ങിയത് കാരണം അതിന് മാത്രം അഴുക്കൊന്നും ഉണ്ടാവില്ല, നേരത്തെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന അഴുക്കുക. അപ്പോൾ ഈ അഴുക്ക് പോകൽ ഇത്തിരി ഈസി ആക്കാൻ വേണ്ടിയാണ് ഈ A1 എന്നുള്ള വാൽവ് ഒന്ന് തുറക്കുക, അടയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ജെർക്കിങ് ആക്ഷൻ കിട്ടിയിട്ട് ആ ഫിൽറ്റർ മീഡിയം ഒന്നുകൂടി വാഷായി ആ അഴുക്ക് അങ്ങോട്ട് പുറത്തേക്ക് ഒന്ന് തുറന്ന് അടച്ചു കൊടുക്കുക. പിന്നെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടാങ്കിൽ വെള്ളം ഉണ്ടാകണം കേട്ടോ. ഒരു ഹാഫ് ടാങ്കെങ്കിലും വെള്ളം ഉണ്ടാകും, നല്ല ഫോഴ്സ് കിട്ടുള്ളൂ. ഇപ്പോൾ ഓൾമോസ്റ്റ് തീരാനായി, അതുകൊണ്ട് ആ വെള്ളം കുറഞ്ഞു. ഇതിപ്പോൾ രണ്ടും കൂടിയേ ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാം. അതിനുവേണ്ടി ഏതെങ്കിലും ലെഫ്റ്റ് സൈഡിൽ ഒരെണ്ണം അടക്കുക, റൈറ്റ് മാത്രമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതിലും സെയിം പ്രോസസ്സ് തന്നെ. A1 തുറക്കുക, അടക്കുക. ഒരു മിനിറ്റിൽ 2 പ്രാവശ്യം തുറന്നൊന്ന് അടച്ചു കൊടുക്കുക. പഴുക്ക് പോയി വെള്ളം ഒരുമാതിരി ക്ലിയർ ആയി കഴിയുമ്പോഴേക്ക് അടുത്ത B1 തുറക്കുക, റൈറ്റിലെ ക്ലോസ് ചെയ്യുക. അതിലും സെയിം പ്രോസസ്സ് തന്നെ. A1 തുറന്ന് അടച്ചു കൊടുക്കുക. ടാങ്കിൽ വെള്ളം തീരുന്നു. അപ്പോൾ ഇതിലേയും അഴുക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പാണ് റിൻസിങ് എന്നുള്ളത്. റിൻസിങ് സ്റ്റെപ്പ് ചെയ്യാനായിട്ട് A1 വാൽവ് ഫുൾ ഓപ്പൺ ചെയ്യാം. ബാക്ക് വാഷിങ് കഴിയുമ്പോൾ കഴിഞ്ഞു. അപ്പോൾ B2 ക്ലോസ് ചെയ്യുക. ഈ R1 എന്നുള്ള വാൽവാണ് റിൻസിങ്, R1 ഓപ്പൺ ചെയ്യുക. അതിനുശേഷം മാത്രമേ B1 ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ റിൻസിങ് മോഡിൽ വരുമ്പോൾ A1ഉം R1ഉം മാത്രം ഓപ്പൺ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇവിടെ അറിയാൻ പറ്റും, വന്ന വെള്ളത്തിൻ്റെ ക്വാളിറ്റി ഇവിടെ അറിയാൻ പറ്റും. കണ്ടോ, ഇതിൽ ചെറിയൊരു മങ്ങലും കൂടി ഉണ്ട്. ഒത്തിരി കൂടി വെള്ളം പോയിക്കോട്ടെ. റിൻസിങ്ങിന് എപ്പോഴും 1 മിനിറ്റ് മുതൽ 2 മിനിറ്റ് വരെ സമയം കൊടുക്കണം. അപ്പോൾ റിൻസിങ് ഇപ്പോൾ ഫുള്ള് തുറന്നിട്ടുണ്ടാ. ഇപ്പോൾ നമുക്ക് വെള്ളം ഇല്ലാത്ത പറഞ്ഞാൽ ഫുള്ള് തുറന്നിട്ടാണ്. വെള്ളം ടാങ്ക് ഉണ്ടെങ്കിൽ ഒരു പകുതിയാക്കി ഇട്ടാൽ മതി. ഉണ്ടോ, ഇപ്പോൾ വെള്ളം ക്ലാരിറ്റി ക്ലിയർ ആയി. ഇപ്പോൾ ഈ ക്ലാരിറ്റിയിലുള്ള വെള്ളം നമുക്ക് ഇനി അകത്ത് കിട്ടുള്ളൂ. അകത്ത് കിട്ടാൻ വേണ്ടി A2 തുറന്നു കൊടുക്കുക, A2 ഇങ്ങോട്ട് തുറന്നു കൊടുക്കുക, R1 ക്ലോസ് ചെയ്യുക. ഇത്രയുള്ളൂ ബാക്ക് വാഷ്. അപ്പോൾ നമുക്ക് ടാങ്കിൽ കിടക്കുന്ന വെള്ളം ഫിൽട്ടർ ചെയ്ത് ഈ ക്വാളിറ്റിയിൽ നമുക്ക് അകത്ത് കിട്ടി. അതാണ് ബാക്ക് വാഷ്.